നമ്മുടെ പുത്തൻകാവ് വിപണിയിൽ നാലാമത്തെ വിപണിയാണ് ചെങ്ങന്നൂർ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. കർഷകരിലേക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് വിഷരഹിത പച്ചക്കറി എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ഇവിടുത്തെ കൂട്ടായ്മയെ അഭിനന്ദിക്കുന്നു. എല്ലാവിധമായ ആശംസകളും അതോടൊപ്പം അർപ്പിക്കുന്നു. നമ്മുടെ പുത്തൻകാവ് വിപണിയിൽ വന്ന് ഓർഗാനിക്കായിട്ടുള്ള നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ പച്ചക്കറികൾ വാങ്ങാൻ എനിക്ക് ലഭിച്ച അവസരം വളരെ സന്തോഷകരമായ ഒരവസരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഏതൊരു സംരംഭവും അത് വർദ്ധിച്ചു വരണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനവും വളർന്നു വരത്തുള്ളൂ. ഇവിടെ നമ്മുടെ ജിനു, അതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ വിപണിയിൽ വന്ന് ഞങ്ങൾ ആവശ്യാനുസരണം പച്ചക്കറികളും ഹോം മെയ്ഡ് ഐറ്റംസും വാങ്ങാൻ ദൈവം അവസരം തന്നു. വളരെ സന്തോഷമുണ്ട്. ഈ വിപണി വർദ്ധിച്ചു വരട്ടെ. ഇതുകൊണ്ട് വേറെ ഒരു അർത്ഥം കൂടെ ഇതിനകത്ത് നമ്മൾ കാണണം. ഇതൊരു കൂട്ടായ്മ കൂടെയാണ്, അന്യോന്യമുള്ള കൂട്ടായ്മ. നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ലഭിക്കുന്നത് അത് നമുക്കൊരിക്കലും വിസ്മരിക്കാനൊക്കത്തില്ല. ഈ അന്യോന്യമുള്ള കൂട്ടായ്മ, പല മുഖങ്ങൾ കാണാനും, ചില നാളുകളായി കാണാത്ത ചില മുഖങ്ങളെ കാണാനത് നമ്മുടെ ഒരു സഹോദരനാണ് നമ്മുടെ ബെന്നി. ഞങ്ങളൊക്കെ എന്താ പറയുക, ശൈശവപ്രായ സുഹൃത്തുക്കളാണ്. പിതാക്കന്മാരുടെ കാലം മുതൽ ഇങ്ങനെയുള്ളവരെയൊക്കെ കാണാൻ അവസരം കിട്ടിയത് ഈ വിപണി ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാം നല്ലതാണ്. സ്നേഹത്തിൻ്റെ, ഐക്യതയുടെയും കൂട്ടായ്മയുടെയും ഒരു പ്രതീകമായി ഈ വിപണി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്തേ. നമ്മുടെ പുത്തൻകാവ് ഇടനാട് പാലത്തിന് സമീപം പുതിയതായിട്ട് തുടങ്ങിയ വിപണിയാണ് ഇവിടെ കാണുന്നത്. എൻ്റെ പുറകിൽ നിങ്ങളെല്ലാവരും കാണുന്നത് അതാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 3 ആഴ്ചയായെന്ന് തോന്നുന്നു, അല്ലേ? 3 ആഴ്ചയോളമായി. എല്ലാ പ്രാവശ്യത്തെയും ചന്ത, എല്ലാ ചൊവ്വാഴ്ചയാണ് ചന്ത. എല്ലാ ചന്തയും നല്ല തിരക്കാണ്. ഇപ്പം മഴക്കോളമൊക്കെ ഉണ്ട്. എന്നിട്ടും തന്നെ ഇവിടെ നല്ല ആളുകൾ വന്നു തുടങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ ഇപ്പം അത്ര ആളായി. ഇനിയിപ്പോൾ വരും ആളുകൾ. നേരത്തെ 5 മണിയായിരുന്ന സമയം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം കൊണ്ട് 3:30 തൊട്ടേ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഞാനും ഇന്നിപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാമെന്നോർത്ത് ഇറങ്ങിയതാണ്. 2-3 ആഴ്ച വീഡിയോ ഒക്കെ കണ്ട സ്ഥിതിക്ക് നല്ല പുരോഗമനമാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങളെ വീട്ടിലുള്ളൂ. നമുക്കൊരു 1 കിലോ പച്ചമുളക് ഉള്ളെങ്കിൽ അത് ഈ വിപണിയിൽ, അല്ലാതെ നമുക്ക് വെളിയിൽ യഥാർത്ഥം കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അത് നമുക്കിവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ. നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ ഇപ്പം നമുക്കറിയാം, മാർക്കറ്റിലെല്ലാം കിട്ടുന്നത് വളരെ കൂടുതലും വിഷമടിച്ച പച്ചക്കറികളാണ്. ഇത് വിഷമില്ലാതെ നമ്മുടെ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. പലതരത്തിലുള്ള പ്രയോജനമാണ്. നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം ഇവർക്ക് ഇത് വിറ്റഴിക്കാനുള്ളൊരു, കുറച്ച് പച്ചക്കറി ആയതുകൊണ്ട് തന്നെ വിറ്റഴിക്കാനുള്ളൊരു നല്ലൊരു സ്ഥലം കൂടാണിത്. അങ്ങനെ എല്ലാവരും ഇതിന് സഹകരിക്കണം. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇത് നല്ല രീതിയിൽ നിർത്താതെ മുന്നോട്ട് പോകാനായിട്ട് ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. ഇവിടെ പുത്തൻകാവ് നാട്ടുവിപണി വളരെ സജീവമായിട്ട് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. 100 കണക്കിന് ആളുകളാണ് ഇവിടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സജീവമായി തന്നെ ആദ്യത്തെ ദിവസം ഈ പരിപാടി ആരംഭിച്ച വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അത് വളരെ ഗംഭീരമാകും എന്നതിൻ്റെ ഒരു ആദ്യത്തെ സൂചനയാണ് ഇന്നത്തെ തുടക്ക ദിവസത്തെ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത്. അത് പല ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസത്തേക്ക് ആക്കണമെന്ന് തന്നെ ആദ്യ ദിവസത്തിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും അതിനെ സംബന്ധിച്ച് അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. സംഗതി ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുന്നു. നന്ദി.